പോഷകക്കുറവ്, വിഷാംശത്തിന്റെ ആധിക്യം എന്നിവയുടെ പ്രധാന കാരണം കൃഷി രീതികളിലുള്ള മാറ്റങ്ങളാണ്. അതായത് വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു തുടങ്ങിയതു മുതൽ രാസവളങ്ങളെ അമിതമായി ആശ്രയിക്കേണ്ടി വന്നു. വിളവ് കൂടുതൽ ലഭിക്കുന്നു, എന്നാൽ അതിന്റെ കൂടെ മണ്ണും മനുഷ്യനും വിളകളും രോഗികളായി. മണ്ണിലെ സൂക്ഷ്മജീവികൾ നശിക്കുകയും വിളകൾക്ക് നാച്ചുറലായി പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ കഴിയാതെ വരികയും സ്വാഭാവികമായ പ്രതിരോധശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത് പലതരം കീടങ്ങളും വിളകളെ ആക്രമിക്കാൻ കാരണമാകുന്നു. ഇതിന് പരിഹാരമായി വീണ്ടും എൻഡോസൾഫാൻ പോലെയുള്ള കീടനാശിനികൾ മനുഷ്യർ ഉപയോഗിക്കുന്നു. ഇത് ഈ ചെടികളിൽ നിന്നും ലഭിക്കുന്ന പഴങ്ങളിലും ധാന്യങ്ങളിലും ഇലകളിലുമെല്ലാം വിഷാംശം കലർത്തുന്നു. ഇത് പിന്നീട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും നമ്മുടെ ആരോഗ്യത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ കെമിക്കൽസ് എല്ലാം മണ്ണിലേക്ക് വീഴുകയും മണ്ണിലുള്ള സൂക്ഷ്മജീവികളും മണ്ണിര, തവളകൾ തുടങ്ങി എക്കോസിസ്റ്റം ബാലൻസ് ചെയ്യാൻ ആവശ്യമായ ഒട്ടനവധി ജന്തുജാലങ്ങൾ ചത്തൊടുകയും ചെയ്യുന്നു. ഇവിടെ കൃഷിയുടെ എന്നല്ല, ടോട്ടൽ ജീവന്റെ നാച്ചുറൽ ഹാബിറ്റേറ്റ് അഥവാ സ്വാഭാവിക അന്തരീക്ഷം തന്നെ തകിടമറിയുന്നു. ഇത് പ്രത്യേകിച്ച് കൃഷിയുടെ വളർച്ചയെയും ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കർഷകരെ പഴിചാരുന്നതിലും അർത്ഥമില്ല. കാരണം വിളവിനൊത്ത വില ലഭിക്കുന്നില്ല, വെള്ളം ലഭിക്കായ്മ, വരൾച്ച തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഇവരും കടന്നുപോകുന്നു. ചിലവ് കുറയാനും വിളവ് കൂടുതൽ ലഭിക്കാനും ഇവർക്കും രാസവളങ്ങളെ ആശ്രയിക്കാതിരിക്കാൻ പറ്റില്ല. ഇവിടെയാണ് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയായ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൊവൈഡ് ചെയ്യുന്നു വെസ്റ്റീജ് അഗ്രി പ്രോഡക്ട്സ്. ജൈവ രീതിയിൽ കൃഷി ചെയ്യാനും വിളവ് കുറയാതെ മണ്ണിന്റെ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് എല്ലാ തരത്തിലുമുള്ള സൂക്ഷ്മജീവികളെ വളരാൻ അനുവദിച്ചുകൊണ്ടും മണ്ണിന്റെ ഘടനയെ തിരിച്ചു കൊണ്ടുവരാനും ജൈവ രീതിയിൽ തന്നെ വിളവ് കൂടുതൽ ലഭിക്കാനും സഹായിക്കുന്ന വണ്ടർഫുൾ ഫാർമർ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ആണ് വെസ്റ്റീജ് അഗ്രി കാറ്റഗറിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള അഡ്ജുവൻ ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് കൃഷിഭൂമിയിൽ തന്നെ കൂടുതൽ വിളവ് ലഭിക്കാനും അത് പോഷക സമ്പുഷ്ടമാക്കാനും ഉചിതമായ രീതിയിൽ ഓസ്ട്രേലിയ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ടെക്നോളജിയാണിത്. മനുഷ്യ ശരീരത്തിനോ പ്രകൃതിക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഹാനികരമല്ലാത്ത എക്കോ ഫ്രണ്ട്ലി അഗ്രി പ്രോഡക്ട്സ് ആണ് വെസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും 3 കാറ്റഗറിയാണുള്ളത്. പ്ലാന്റ് പ്രൊട്ടക്ഷൻ കാറ്റഗറി, ചെടിയെ ഫംഗൽ ഇൻഫെക്ഷൻ അഥവാ പൂപ്പൽ ബാധയിൽ നിന്ന് തടയാൻ സഹായിക്കുന്ന പ്രോഡക്ട്സ് ആണിത്. ഇതിൽ വെസ്റ്റീജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അഗ്രി ബയോ ഫംജിസൈഡ്. ന്യൂട്രീഷൻ കാറ്റഗറി, ചെടിക്ക് ആവശ്യമായ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും നൽകാൻ സഹായിക്കുന്ന പ്രോഡക്ട്സ് ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇതിൽ അഗ്രി ഹ്യൂമിക്, അഗ്രി മോസ്, അഗ്രി നാനോടെക്, അഗ്രി ഗോൾഡ് എന്നിങ്ങനെയുള്ള പ്രോഡക്ട്സ് ആണ് വെസ്റ്റീജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ടിവേറ്റർ കാറ്റഗറി, വെള്ളത്തിന്റെയും കീടനാശിനിയുടെയും എല്ലാം ആഗിരണം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ആക്ടിവേറ്റർ കാറ്റഗറിയിൽ വെസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്നു അഗ്രി 82. അഗ്രി 82 ഇതൊരു വളമോ കീടനാശിനിയോ അല്ല, മറിച്ച് കീടനാശിനി, വളങ്ങൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെയെല്ലാം അഡ്ജുവന്റായി ഉപയോഗിക്കാവുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് അഗ്രി 82. ഇതൊരു സ്പ്രെഡറും ആക്ടിവേറ്ററുമാണ്. അതായത് വെള്ളത്തിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഏതെങ്കിലും പ്രതലത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫറിക് പ്രഷർ കാരണം വെള്ളത്തിന് സർഫസ് ടെൻഷൻ അനുഭവപ്പെടുകയും ഉൾവലിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒരു ഗ്ലാസിൽ നിറയെ വെള്ളം ഒഴിച്ചാൽ അത് പുറം തള്ളി നിൽക്കുന്നു. അതുപോലെ ചേമ്പിലയിൽ ഒഴിക്കുമ്പോൾ സ്പ്രെഡ് ആവാതെ കുമിളയായി തന്നെ നിലനിൽക്കുന്നു. എന്നാൽ വളമാണെങ്കിലും കീടനാശിനിയാണെങ്കിലും വെള്ളത്തിൽ ലയിച്ചാൽ മാത്രമേ ചെടികൾക്ക് ആഗിരണം ചെയ്യാൻ കഴിയൂ. അതുപോലെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം മണ്ണിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമാണ് ചെടികൾക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയൂ. എന്നാൽ വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ കാരണം വെള്ളവും വളവും കീടനാശിനിയുമെല്ലാം കറക്റ്റായിട്ട് സ്പ്രെഡ് ആവാതെ വരികയും ഒരു കൃഷി ചെയ്യുമ്പോൾ പലപ്പോഴും 4-5 തവണ കീടനാശിനി ഉപയോഗിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ഇവിടെ തളിക്കുന്ന കീടനാശിനിയുടെ കൂടെയും ഒഴിക്കുന്ന വെള്ളത്തിന്റെ കൂടെയും കളനാശിനിയുടെ കൂടെയും അഗ്രി 82 ചേർക്കുമ്പോൾ ഇതിന്റെ ആക്ടിവേറ്റിംഗ് ആൻഡ് സ്പ്രെഡിംഗ് കപ്പാസിറ്റി വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ ബ്രേക്ക് ചെയ്യുകയും നല്ല രീതിയിൽ സ്പ്രെഡ് ആവാനും സഹായിക്കുന്നു. അതുവഴി വളവും കീടനാശിനിയുമെല്ലാം ചെടിക്ക് ആഗിരണം ചെയ്യാനുള്ള പാകത്തിലാകുന്നു. അതുപോലെ വേനൽക്കാലത്തും ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിലും ദിനേനെ നനയ്ക്കേണ്ട വിളകളുടെ കാര്യം ബുദ്ധിമുട്ടാണ്. ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ അഗ്രി 82 സ്പ്രെഡർ ക്വാളിറ്റി സഹായിക്കുന്നു. 80 ലിറ്റർ വെള്ളത്തിൽ 160 ml അഗ്രി 82 മിക്സ് ചെയ്ത് മാസത്തിൽ 1 തവണ സ്പ്രേ ചെയ്യുക. എന്നാൽ ദിനേനെ നനയ്ക്കേണ്ട ആവശ്യം വരില്ല. ഒരു പക്ഷേ ഒന്നിടവിട്ട ദിവസങ്ങളിലോ 2 ദിവസം കൂടുമ്പോഴോ ആഴ്ചയിൽ 1 ദിവസമോ നനച്ചാൽ മതിയാകും. കാരണം
അഗ്രി 82 മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. അതുപോലെ അഗ്രി 82 ഉപയോഗിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന വളത്തിന്റെ 1/3 മാത്രമേ ഉപയോഗിക്കാവൂ. കാരണം എന്തെന്ന് വെച്ചാൽ സാധാരണ 50 കിലോഗ്രാം ആണ് ഒരു ഏക്കറിന് ഉപയോഗിക്കാറുള്ളെങ്കിൽ അതിൽ 30-35 കിലോഗ്രാം മാത്രമാണ് ചെടികൾ വലിച്ചെടുക്കാറ്. ബാക്കിയെല്ലാം വേസ്റ്റ് ആയി പോവാറാണ് പതിവ്. എന്നാൽ അഗ്രി 82 ഉപയോഗിക്കുമ്പോൾ മുഴുവൻ വളവും ആഗിരണം ചെയ്യപ്പെടുന്നു. അതിനാൽ ലേബർ, വെള്ളം, വളം, പണം, സമയം എന്നിവയെല്ലാം നമുക്ക് ലാഭിക്കാം. അതുപോലെ ചെടികളിൽ തളിക്കുന്ന കീടനാശിനികളുടെ ആഗിരണവും വർദ്ധിപ്പിക്കുക വഴി ഉപയോഗം കുറയ്ക്കാനും മണ്ണിലേക്ക് ഉറ്റി വീഴാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ രാസവളങ്ങളുടെ അമിത ഉപയോഗം മണ്ണിനെ പലപ്പോഴും കൂടുതൽ അസിഡിക്കും ആൽക്കലൈനുമാക്കുന്നു. മണ്ണിന്റെ അസിഡിറ്റിയെയും ആൽക്കലൈനെയും ബാലൻസ് ചെയ്ത് ന്യൂട്രലാക്കാൻ അഗ്രി 82 സഹായിക്കുന്നുണ്ട്. അതുപോലെ ഒരുമിച്ച് ചേർക്കാവുന്ന കോമ്പൗണ്ട്സിന്റെ കൂടെ മിക്സ് ചെയ്യാനും അഗ്രി 82 നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിന്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇൻസെക്ടിസൈഡ്സ് അഥവാ കീടനാശിനിയുടെ കൂടെയാണെങ്കിൽ 15 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ml ആണ് ഉപയോഗിക്കേണ്ടത്. ഹെർബിസൈഡ്സ് കളനാശിനിയുടെ കൂടെയാണെങ്കിൽ 15 ലിറ്റർ വെള്ളത്തിലേക്ക് 15 ml ആണ് ഉപയോഗിക്കേണ്ടത്. ഇറിഗേഷൻ അഥവാ ജലസേചനത്തിനാണെങ്കിൽ 1 ഏക്കർ ഭൂമിയിലേക്ക് 160 ml അഗ്രി 82 ആണ് ഉപയോഗിക്കേണ്ടത്. മാസത്തിൽ ഒരിക്കൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. ഫെർട്ടിലൈസേഴ്സ് അതായത് വളത്തിന്റെ കൂടെയാണ് അഗ്രി 82 ഉപയോഗിക്കുന്നതെങ്കിൽ 1 കിലോഗ്രാം വളത്തിലേക്ക് 2 മുതൽ 3 ml അഗ്രി 82 ആണ് ചേർക്കേണ്ടത്. എപ്പോഴെല്ലാം വളം ചേർക്കുന്നോ അപ്പോഴെല്ലാം അഗ്രി 82 ഈ അളവിൽ ചേർക്കുക. തികച്ചും നാച്ചുറലായ രീതിയിൽ കൃഷിക്ക് നിങ്ങൾ നൽകുന്ന വെള്ളത്തിന്റെയും വളത്തിന്റെയും കീടനാശിനിയുടെയും ആഗിരണം വർദ്ധിപ്പിക്കാൻ വെസ്റ്റീജ് അഗ്രി 82 സഹായിക്കുന്നു. അഗ്രി ബയോഫഞ്ചിസൈഡ് സാധാരണയായി വിളകളെ ബാധിക്കുന്നതാണ് ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ ഇൻഫെക്ഷൻസ്. ഫംഗൽ ഇൻഫെക്ഷൻ ചെടികളിൽ പൂപ്പൽ രൂപത്തിലാണ് കാണപ്പെടുന്നത്. പ്ലാന്റ് പ്രൊട്ടക്ഷൻ കാറ്റഗറിയിൽ വെസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്ന അഗ്രി ബയോഫഞ്ചിസൈഡ് ചെടിയെ ഫംഗൽ അറ്റാക്ക് അഥവാ പൂപ്പൽ ബാധയിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നു. തികച്ചും നാച്ചുറലായ അഗ്രി ബയോഫഞ്ചിസൈഡ് ഗ്രാനുൾ രൂപത്തിലാണ്. ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. അഗ്രി ബയോഫഞ്ചിസൈഡ് ആന്റിബയോട്ടിക്സ് ആയി പ്രവർത്തിക്കുകയും വേരുകളിൽ വളരുകയും ചെടിയിലുള്ള രോഗാണുക്കളിലെ ന്യൂട്രിയൻസിനെ വലിച്ചെടുത്ത് ചെടിക്ക് വളമായി നൽകുന്നു. എന്നിട്ട് ആ രോഗാണുവിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അഗ്രി ബയോഫഞ്ചിസൈഡ് രോഗാണുവിനെ പെട്ടെന്ന് തന്നെ പൊതിയുകയും ഉള്ളിൽ നിന്ന് അതിന്റെ സത്ത് വലിച്ചെടുക്കുകയും പതിയെ രോഗാണുവിനെ നശിപ്പിക്കുകയും ചെടിക്ക് ആവശ്യമായ വളം ലഭിക്കുകയും ചെയ്യുന്നു. ഇനി ഇതിന്റെ ഉപയോഗ രീതി എങ്ങനെയെന്ന് നോക്കാം. സീഡ് ട്രീറ്റ്മെന്റ് വിത്തുകൾ പൂപ്പൽ വന്ന് നശിച്ചു പോവാതിരിക്കുവാൻ വേണ്ടി 1 കിലോഗ്രാം വിത്തിന് 10 മുതൽ 15 ഗ്രാം അഗ്രി ബയോഫഞ്ചിസൈഡ് ഉപയോഗിക്കാം. 1 കിലോഗ്രാം വിത്ത് നനയാൻ ആവശ്യമായ വെള്ളത്തിലേക്ക് 10 മുതൽ 15 ഗ്രാം ബയോഫഞ്ചിസൈഡും അഗ്രി 82 മിക്സ് ചെയ്ത് അതിൽ വിത്ത് നനച്ചു വെക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നനച്ചു വെച്ച വിത്തുകൾ ഇന്ന് തന്നെ വിതയ്ക്കേണ്ടതാണ്. റൂട്ട് ഡിപ്പിംഗ് വേരിലെ ഫംഗൽ ബാധ തടയാൻ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ആവശ്യത്തിനായുള്ള അഗ്രി 82 അഗ്രി ഹ്യൂമിക്കും ചേർത്ത് അതിലേക്ക് 10 മുതൽ 15 ഗ്രാം വരെ അഗ്രി ബയോഫഞ്ചിസൈഡ് ആഡ് ചെയ്ത് ഉപയോഗിക്കാം. ഫോളിയാർ സ്പ്രേ അതായത് ഇലകളിൽ തളിക്കാനാണെങ്കിൽ 15 ലിറ്റർ വെള്ളത്തിലേക്ക് 15 മുതൽ 20 ഗ്രാം ബയോഫഞ്ചിസൈഡ് ഉപയോഗിക്കാം. പയറുവർഗ്ഗങ്ങളിലാണെങ്കിൽ 15 ലിറ്റർ വെള്ളത്തിലേക്ക് 30 മുതൽ 40 ഗ്രാം വരെ ഉപയോഗിക്കാവുന്നതാണ്. സോയിൽ ട്രീറ്റ്മെന്റ് മണ്ണിലാണ് ഫംഗൽ അറ്റാക്ക് എന്നുണ്ടെങ്കിൽ 1 ഏക്കറിന് 2 കിലോഗ്രാം ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു സ്പ്രെഡറും ആക്ടിവേറ്ററുമായ അഗ്രി 82 വെള്ളം, വളം, കീടനാശിനി എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക വഴി വിളവ് കൂടുതൽ ലഭിക്കുന്നതിനോടൊപ്പം സമയവും പണവും ലാഭിക്കാൻ സഹായിക്കുന്നു. അതേസമയം വെസ്റ്റീജ് അഗ്രി ബയോഫഞ്ചിസൈഡ് ചെടികളെ പൂപ്പൽ ബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും ആരോഗ്യകരമായ വിള ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. Be with Vestige. Wish you wealth and thank you.